ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സദ്യ സ്റ്റൈൽ വെള്ളരിക്ക കിച്ചടിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം വെള്ളരിക്കയാണ്. വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തതാണ്. വെള്ളരിക്ക വേവിക്കാൻ വേണ്ടി 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചതിന് ശേഷം വേവിക്കുക. വെള്ളരിക്ക വേകുമ്പോഴേക്കും അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അരപ്പിനായിട്ട് 1 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചേർക്കുന്നത് തൈരാണ്. തേങ്ങ അരയ്ക്കുന്നതിനായി വെള്ളത്തിന് പകരം തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ അരഞ്ഞു വരാൻ പാകത്തിനായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ചേർക്കുന്നത് പച്ചമുളകാണ്. 3 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടാം. കിച്ചടിക്കുള്ള അരപ്പ് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. കിച്ചടി വേകാൻ വെക്കുമ്പോൾ ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ തിളപ്പിക്കണം. തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി. വെള്ളരിക്ക വെന്ത് കഴിഞ്ഞു. അതിൽ വെച്ച വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കരുത്. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതും തിളച്ച് തുടങ്ങി. ഞാനതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നാളികേരം അരയ്ക്കുന്ന സമയത്ത് തൈരാണ് ചേർത്തത്. അതുകൊണ്ട് തീ ഒരുപാട് കത്തിക്കഴിഞ്ഞാൽ തൈര് പിരിഞ്ഞു പോകും. അരപ്പും വെള്ളരിക്കയും കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കടുക് പൊടിച്ചത് കൂടി ചേർക്കുന്നുണ്ട്. ഒരു നുള്ളു മതി. കടുക് പൊടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് അടിച്ചു വെച്ച തൈര് ചേർക്കുക. 1 കപ്പ് നല്ല പുളിയുള്ള തൈരാണ് ചേർക്കുന്നത്. വീണ്ടും നന്നായി ഇളക്കി കൊടുക്കണം. ഇനി തീ കത്തിച്ചിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ആവി വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്യണം. തിളക്കരുത്. തിളച്ച് കഴിഞ്ഞാൽ തൈരും അതുപോലെ തേങ്ങയൊക്കെ പിരിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ ഉപ്പ് പോരാ, ഞാൻ കുറച്ചുകൂടി ചേർത്തിട്ടുണ്ട്. വെള്ളരിക്ക കിച്ചടി റെഡിയായി. ഇനി ഇതിലേക്കുള്ള കടുക് വറുക്കണം. അതിനായിട്ട് ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയെടുത്തു. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1/4 സ്പൂണോളം കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് 2-3 വറ്റൽമുളക് പൊട്ടിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണ്ടേ. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം കിച്ചടിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇതാ ഇവിടെ സ്വാദിഷ്ടമായ വെള്ളരിക്ക കിച്ചടി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണം. ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോയെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. വീണ്ടും ഇതുപോലുള്ള നല്ലൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം. ബൈ.